ഹലോ ഗൈസ്, അപ്പോൾ ശിവരാത്രി ആയതുകൊണ്ട് രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിൽ പോകാൻ തീരുമാനമൊക്കെ എടുത്തു. അങ്ങനെ റെഡി ആയിട്ട് ഞാനും തടുവും കല്ലും കൂടെയാണ് അമ്പലത്തിലേക്ക് പോയത്. ആദ്യം പോയത് പനപ്പെട്ടി ആശ്രമം അമ്പലത്തിലാണ്. അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ തൊഴുതു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് നേരെ മുതുപിലാക്കാട്ട് അമ്പലത്തിലാണ് വന്നത്. അവിടെയും കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് തൊഴുതിട്ട് വീട്ടിൽ വന്നിട്ട് റെഡി ആയിട്ട് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പ്രാക്ടീസിങ് സാരിയൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി റെഡി ആവുമായിരുന്നു ഡാൻസ് പ്രാക്ടീസിന് വേണ്ടിയിട്ട്. അങ്ങനെ ഡാൻസ് പ്രാക്ടീസൊക്കെ നന്നായി പോയി. ഡാൻസ് പ്രാക്ടീസിന് ശേഷം നേരെ വീട്ടിലേക്കാണ് പോയത്. ഞാനും മീനാക്ഷിയും ജാനിക്കുട്ടിയും കൂടിയാണ് പോയത്. അങ്ങനെ വീട്ടിൽ വന്ന് റെഡി ആയിട്ട് നമ്മളിനി ഭദ്രയുടെ വീട്ടിൽ പോവുകയാണ്. ഭദ്രയുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ റെഡിയായി തടുവിൻ്റെ അവിടെ വന്നു. ഇപ്പോൾ തടു റെഡിയാവുന്നേ ഉള്ളായിരുന്നു. അങ്ങനെ നമ്മൾ ഭദ്രയുടെ അവിടെ എത്തി. അപ്പോൾ ഭദ്രയുടെ അവിടെ എത്തിയപ്പോൾ പായസമൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തടു അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കളയിലൊക്കെ കയറി. പിന്നെ അതിനുശേഷം നമ്മുടെ കേക്ക് മുറിക്കൽ പരിപാടികളൊക്കെ ആയിരുന്നു. അങ്ങനെ കേക്കൊക്കെ മുറിച്ചു. ആരും കാണാതെ ഒളിച്ചിരുന്ന് കേക്ക് തിന്നുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതിനുശേഷം നമുക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ റെഡിയാക്കുമായിരുന്നു അവർ. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് സ്റ്റിച്ചിങ് സെൻറ്ററിലേക്കാണ്. ഈ വർഷം പ്രോഗ്രാംസിന് പുതിയ ഡ്രസ്സാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ പോയി. അവിടുന്ന് പിന്നെ തിരിച്ച് തടുവിൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിരുന്ന് കത്തിയടിക്കലാണ് പതിവ് പോലെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു തിരിച്ച് വീട്ടിൽ വന്നു. അപ്പം ശിവരാത്രി ആയിട്ട് വീട്ടിലിരിക്കേണ്ടി വന്നില്ല. നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ വിശേഷം. ബൈ ബൈ.